ഞങ്ങളുടെ ട്വിൻ ടവർ. ഇത് സമ്പാദ്യത്തിനുള്ള മാർഗമല്ല, പക്ഷേ ഇത് കുറേ ആളുകൾക്ക് 10-30,000 നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാംഗ്ലൂരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ. അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ നടക്കുമോ എന്ന്. കാരണം 115 ഉറുപ്പിക പെർ സ്ക്വയർ ഫീറ്റിനാണ് ബാംഗ്ലൂർ. ആ സ്ഥാനത്ത് ഇവിടെ 55 ഉറുപ്പിക ഒരു സ്ക്വയർ ഫീറ്റിനുള്ളൂ. അപ്പോൾ ഈ 55 ഉറുപ്പിക സ്ക്വയർ ഫീറ്റിനുള്ളപ്പോഴും 110 ഉറുപ്പിക ഉള്ളപ്പോഴും നിങ്ങൾ എന്തിന് തുടങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള എത്രയോ ലക്ഷമെന്ന് എനിക്കറിയില്ല, ലക്ഷക്കണക്കിന് മലയാളി എൻ്റെ സഹോദരന്മാർ, നമ്മളെ കുട്ടികൾ, യുവാക്കൾ അവർ ബാംഗ്ലൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 20 കൊല്ലം കൊണ്ട് ഇത് മുതലാവില്ലെങ്കിൽ അവിടെ 10 കൊല്ലം കൊണ്ട് ബാംഗ്ലൂർ തുടങ്ങിയാൽ മുതലാവും. പക്ഷേ എന്നിരുന്നാലും ഈ 35,000 ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത്, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത്, നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസ്തവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ്. ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും, ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങളുടെ പ്രവാചകനും അത് തന്നെയാണ് പറഞ്ഞത്. ആളുകൾക്ക് ജോലി കൊടുക്കുക, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതിൽ എല്ലാവരെയും ഞാനും അതിനൊരു ഭാഗമാക്കാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആരോഗ്യത്തോടു കൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ.